100% ഒരു പ്രമേഹ രോഗം മാറ്റിയെടുക്കാൻ പറ്റും. അതിനൊരു രോഗി പാലിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കൃത്യമായിട്ട് അതിനുള്ള മരുന്ന് തരും. ഞങ്ങൾ ഈ പറഞ്ഞ പഥ്യങ്ങളുണ്ട് ഇതിന്. ആ പഥ്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ 100% ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടും. മറ്റ് രോഗങ്ങൾ ചികിത്സിക്കുമ്പോൾ പൂർണ്ണമായിട്ട് ഭേദപ്പെടുന്നില്ലേ? ഭേദപ്പെടുത്താൻ കഴിയുന്നതാണെങ്കിൽ ഭേദപ്പെടുത്താം. അത് നമുക്കിത് ഭേദപ്പെടുത്താൻ കഴിയും. കാരണം ഇതിൻ്റെ നമുക്ക് ഇൻസുലിൻ്റെ ആവശ്യമുണ്ട് മനുഷ്യൻ്റെ ശരീരത്തിന്. അപ്പം നമ്മളുടെ പാൻക്രിയാസ് ഗ്രന്ഥി അത് ഉൽപ്പാദിപ്പിച്ച് തരണം. അതിൻ്റെ പ്രവർത്തനം അവിടെ എവിടെയോ ബ്ലോക്ക് ആകുന്നതാണ്. അത് എന്തോ കാരണം ഉണ്ടാവാം. അത് നമ്മൾ ആ ഭാഗത്തേക്ക് ഡീപ്പായിട്ട് ചിന്തിക്കേണ്ട. എന്തായാലും നമ്മുടെ പാൻക്രിയാസിന് കേട് പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങളുടെ മരുന്ന് പാൻക്രിയാസിൻ്റെ സെല്ലുകളെ ആക്ടിവേറ്റ് ചെയ്യുകയാണ്. ഓരോ മനുഷ്യനും താങ്ങാൻ കഴിയുന്ന പഥ്യമേ ഉള്ളൂ. അത് കൃത്യമായിട്ട് പാലിക്കണം. 3 തൊട്ട് 8 മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഈ രോഗത്തിൽ നിന്ന് പുറത്തു ചാടും. ഞങ്ങൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക, ഷുഗർ കണ്ടന്റ് കൂടുതലുള്ള ഫ്രൂട്ട്സുകൾ ഒഴിവാക്കുക. അത് ലൈഫ് ലോങ് ഒഴിവാക്കണ്ട. നിങ്ങളുടെ ഈ അവയവത്തിന്റെ കേട് മാറ്റി പഴയ അവസ്ഥയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. കണ്ണിന്റെ കാഴ്ച കുറയും, ജോയിന്റ് പെയിൻ ഉണ്ടാവും, കാലിന് മരവിപ്പുണ്ടാവും, പുകച്ചിലുണ്ടാവും. ചെരുപ്പൊക്കെ കാലിന് ഊരിക്കഴിഞ്ഞതിന് അറിയില്ല. അവർ ആ അവസ്ഥയിലേക്ക് എത്തും. മുറിവ് പറ്റിക്കഴിഞ്ഞ പിന്നെ ഉണങ്ങില്ല. അത് പഴുത്ത് പോകും. ആ ബാക്ടീരിയ ബ്ലഡിൽ സ്പ്രെഡാകും. അത് ഒരിക്കലും ആ മുറിവ് കരിയില്ല. അത് കാല് മുറിച്ച് മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക്. എൻ്റെ കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയാത്ത ഒരു മരുന്നും ഞാൻ ഒരു പബ്ലിക്കിനും കൊടുക്കില്ല. എനിക്ക് ലൈസൻസ് ഉള്ള മരുന്നുകൾ, ഗവൺമെന്റ് അംഗീകരിച്ച മരുന്നുകൾ ഇതൊക്കെയാണ്.